ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ട് ഒട്ടും എന്താണ് ഫൗണ്ടേഷൻ എന്ന് പോലും അറിയാത്തവർക്ക് ഒരുപാട് ബ്യൂട്ടി ചാനൽസിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ഫ്രം ദ ബേസിക്സ് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഏറ്റവും വില കുറവിനുള്ള ഇത്രയും വില കുറവിന് ഫൗണ്ടേഷൻ കിട്ടുമെന്ന് വരെ നിങ്ങൾ ചിന്തിക്കും. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ വെച്ചിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, എല്ലാവർക്കും അവൈലബിൾ ആയ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ആ ഫൗണ്ടേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം. ബട്ട് ബിഫോർ ദാറ്റ്, if you are new to my channel, മറക്കണ്ട ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ചെറിയ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചറിൽ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. ഒന്നും മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലുള്ള ബെസ്റ്റ് ഫൗണ്ടേഷൻ തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇട്ട് അപ്ലൈ ചെയ്ത് പഠിക്കാനായിട്ട് വീട്ടുകാരുടെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ ഏറ്റവും മിനിമം ലെവലിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷൻ ആണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മോയ്സ്ചറൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫേസ് ആണിത്. ആ ഫേസിലേക്കാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് ഞാനൊരു റിവ്യൂ കൂടെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പക്ഷെ സെപ്പറേറ്റ് റിവ്യൂ ആയിട്ട് ചെയ്യണമെന്ന് കുറെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ചെയ്യാൻ പറ്റിയ ഒരു ടൈം ആണെന്നുള്ളത്. ആൻഡ് എനിക്ക് കോൾഡ് ആണ്, സോ എന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോ ഇതാണ് നമ്മുടെ ആ ഒരു ഫൗണ്ടേഷൻ. ഇതിന് വെറും 25 രൂപയേ ഉള്ളൂ, ജസ്റ്റ് 25 റുപ്പീസ്. അപ്പൊ ഫൗണ്ടേഷൻ ഇട്ട് പഠിക്കുന്നവർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് അറിയാത്തവർക്കൊക്കെ പഠിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫൗണ്ടേഷൻ ആണിത്. ബ്ലൂ ഹെവന്റെ ആണ്, നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. നല്ല രീതിയിലാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ആണ്. ഇവിടെ എനിക്ക് അത്രയ്ക്കും സ്യൂട്ട് ആവാത്ത പോലെ തോന്നിയിട്ടില്ല, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ആൻഡ് ഇതിന് ഇങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു സ്റ്റിക്ക് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ഇതിന്റെ കൺസിസ്റ്റൻസി വൈസ് നോക്കുകയാണെങ്കിൽ ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ലിക്വിഡി കൺസിസ്റ്റൻസി ആണ് ഇതിനുള്ളത്. ആൻഡ് ഇത് ശരിക്കും നല്ലൊരു പാക്കേജിംഗ് ആണ്. നമുക്ക് ഓവറായിട്ട് ലോസ്റ്റ് വരില്ല. നമ്മളിങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോൾ കുറച്ചധികം നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു മെത്തേഡ് ആയതുകൊണ്ട്, ഇങ്ങനത്തെ ആ ഒരു എന്താ പറയാ ഒരു ടിപ്പ് ഉള്ളത് കൊണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നമ്മുടെ നോർമൽ സ്പോഞ്ചിനേക്കാളും കുറച്ചുകൂടെ തിക്ക് ടൈപ്പ് ആണിത്. ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പെർച്ചേസിംഗിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നല്ല ക്യൂട്ട് സ്പോഞ്ച് ആണ്, അടിപൊളിയാണിത്. ആൻഡ് ഇത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം. അപ്പൊ ഡിപ്പ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് സോക്ക് ചെയ്യും വെള്ളം. നല്ലപോലെ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതിൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നല്ലപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുന്ന ശേഷം മാത്രം ബ്ലെൻഡ് ചെയ്ത് പിഴിഞ്ഞ് കളയാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം ഈ ഒരു വാട്ടർ കണ്ടന്റ് ഉള്ള ഈ ഒരു ഐറ്റം തന്നെ നല്ല പിഴിഞ്ഞ വെള്ളം വരാനും പാടില്ല, എന്നാൽ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടാവണം. ആ ഒരു ലെവലാണ് ശരിക്കും നമ്മൾ ബ്യൂട്ടി സ്പഞ്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ തിങ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നന്നായിട്ട് ഇതിൽ വെള്ളം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് സ്പ്രെഡ് ആവുകയും ചെയ്യും. അത് മാത്രമല്ല നല്ല പോലെ നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവും. ആൻഡ് ഇത് ഈ ഒരു മോഷനിൽ തന്നെ ചെയ്യണം. ഞാൻ അതുകൊണ്ടാണ് ഇത് സ്പീഡായിട്ട് കാണിക്കാത്തത്. ഈ ഒരു ലെവലിൽ തന്നെ നമ്മളൊപ്പം വർത്താൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര ലെവലിലാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് ഇട്ട് ചെയ്യാത്തത് കേട്ടോ. ഈ ഒരു ലെവലിൽ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വിചാരിച്ചാൽ നല്ലപോലെ ഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അത് മാത്രമല്ല കുറെ നേരം ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ എല്ലാ ദിക്കിലും ഈവൺ ആയിട്ട് എത്തുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലെവൽ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ഒരു അടിപൊളി റിസൾട്ട് ആയിരിക്കും. നല്ല പോലെ ബ്ലെൻഡ് ആയിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല നല്ലൊരു ഫിനിഷിംഗ് ടച്ച് ഉണ്ടായിരിക്കും. ഇതിന് ശരിക്കും ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടണമെങ്കിൽ ശരിക്കും ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് കണ്ടോ, ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈവൻ നെക്കിലും അതേപോലെ തന്നെ ചെയ്യാം. ഇത് എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് സ്പീഡിൽ കൊടുക്കാത്തത് കേട്ടോ.
അപ്പൊ ഈ ടൈം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു ലിക്വിഡി കൺസിസ്റ്റൻസി ഉള്ള ഒരു എന്താ പറയാ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് ഓക്സിഡൈസിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഓവർ ടൈം ഒന്നും അധികം കൺസ്യൂം ചെയ്യില്ല. കാരണം ജസ്റ്റ് ഒരു 1 ലെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് അത് ബ്ലെൻഡായി തന്നെ വന്നോളും. അതുകൊണ്ട് അതൊരു വിഷയം വരില്ല. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ആവുമ്പോൾ കുറച്ചധികം നേരം ബ്ലെൻഡ് ചെയ്യേണ്ടി വരും. കാരണം സ്കിൻ ടോൺ ആയിട്ട് നമ്മൾ തന്നെ അതിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാണ് വേണ്ടത്. സോ കണ്ടോ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓവറായിട്ട് ഫൗണ്ടേഷൻ ഇട്ട ലെവലിൽ നിൽക്കില്ല. ഇത്ര ഈ ഒരു ഏരിയാസ് ആണ് ഞാൻ കൂടുതൽ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഏരിയാസ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു സമയം ആ ഒരു സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ കുറെ പുട്ടിയടിച്ച ഒരു എഫക്റ്റ് ഒന്നുമില്ല. നമ്മള് വേറൊരു ഫൗണ്ടേഷൻ ഇതുപോലെ ഞാൻ പിന്നെ ഒരു ദിവസം കമ്പാരിസൺ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സോ യാ, ഇപ്പൊ ഞാനിത് ഓൾമോസ്റ്റ് 2 മിനിറ്റ്സ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ടൈം വെച്ച് നോക്കി അറിയാൻ പറ്റും. എന്തായാലും ഏകദേശം 1-2 മിനിറ്റ് ആണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ടൈം. സോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആൻഡ് നമുക്ക് അടുത്തൊരു സെക്ഷനായിട്ട് ഞാനിപ്പോ എന്തായാലും ലെങ്തി വീഡിയോ ആക്കി ചെയ്യുന്നില്ല. അടുത്ത സെക്ഷനിൽ ഞാൻ എങ്ങനെയാണ് നമ്മൾ കോമ്പാക്ട് അതുപോലെ തന്നെ കൺസീലർ ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് സെപ്പറേറ്റ് ശരിക്കും ഫ്രം ദ ബിഗിനിങ് നമുക്ക് ഒരു സീരീസ് എന്നുള്ള രീതിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഡേ ആണിത്. ജസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി ഫൗണ്ടേഷന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് തിങ്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എക്സാക്ട് ഷെയ്ഡ് ആണോ നോക്കുക. ഇനി എക്സാക്ട് ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷെയ്ഡ് മുൻപിലോ ഒരു ഷെയ്ഡ് ബാക്കിലോ ആയാലും കുഴപ്പമില്ല. അതിൽ കൂടുതൽ ആവാതെ ശ്രദ്ധിക്കുക. ഓക്സിഡൈസിംഗ് ഫൗണ്ടേഷൻ ആണെങ്കിൽ ഒരു ഷെയ്ഡ് മുമ്പിലായാലും ഒരു പ്രശ്നമില്ല. അല്ലാത്ത ഫൗണ്ടേഷൻസ് ആവുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ഷോപ്പിൽ പോയി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈമ ട്രൈ ചെയ്തിട്ട് വാങ്ങിക്കരുത്. ഇനി രണ്ടും ഒരേ ഷെയ്ഡുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അല്ലാത്തവരാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് യു മസ്റ്റ് ഹാവ് ടു ചെക്ക് ഔട്ട് ദി എക്സ്പയറി ഡേറ്റ്. മറക്കരുത്, എക്സ്പയറി ഡേറ്റ് ഇല്ലാതെ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കരുത്. കാരണം ചിലപ്പോൾ അവർ പെട്ടെന്ന് സ്റ്റോറ് കാലിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ മാക്സിമം വേഗം അത് യൂസ് തീർക്കാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യില്ല. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വീഡിയോ പർപ്പസിനായിരിക്കും. അല്ലാതെ നമ്മൾ കൂടുതൽ ആൾക്കാരും ഡെയിലി യൂസ് ചെയ്യുന്നവരല്ല. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ആദ്യമായിട്ടൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ മിനിമം ഒരു ക്വാളിറ്റി ഉള്ളത്, അതായത് ഹൈ ക്ലാസ്സിലുള്ളതൊന്നും നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ മെബിലൈനിലേക്കും പോകണ്ട. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടായാലും അത്യാവശ്യം കവറേജ് തരുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷൻ ആണ് ബ്ലൂ ഹെവന്റെ. ആൻഡ് തൊട്ടും പ്രൈസ് അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചു പോകാൻ ധൈര്യമായിട്ട് പോയി ചോദിക്കാവുന്ന ഒരു എമൗണ്ടേ ഉള്ളൂ. വെറും 25 രൂപയേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് പരീക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫൗണ്ടേഷൻ ആണ്. ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. 25 രൂപയ്ക്ക് ഒരു ഫൗണ്ടേഷനോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടായാലും ഒരു മീഡിയം കവറേജിന് ഡെയിലി ബേസിൽ ഒരു 2 hours 3 hours ഫംഗ്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫൗണ്ടേഷൻ ആണ്. ഞാൻ ഇട്ടിട്ട് കണ്ടില്ല, നല്ല ഗ്ലോയിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ആകെ ഞാനൊരു ഫൗണ്ടേഷൻ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അലോവേറ ജെൽ തന്നെയാണ്. അല്ലാതെ ഒരു പ്രൈമർ പോലെ അപ്ലൈ ചെയ്യാണ്ട് ഒരു ഗ്ലോ കണ്ടില്ലേ. നല്ല അടിപൊളി ഫൗണ്ടേഷൻ ആണിത്. ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ പ്രൈമർ ഇട്ടാൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബട്ട് ഇത് അടിപൊളി ഫൗണ്ടേഷൻ ആണ്. ആൻഡ് ഇത് എന്റെ ഷെയ്ഡ് ഇത് നാച്ചുറൽ ആണ്. പക്ഷെ എനിക്കിത് പക്കയാണോ എന്ന് ചോദിച്ചാൽ ആവാം ആവാതിരിക്കും, ആ ഒരു ലെവലാണ്. പക്ഷെ ഷെയ്ഡ്സ് ഒരുപാട് ഉണ്ട് കേട്ടോ. ഇത് വാം അണ്ടർ ടോണിനും അതുപോലെ പിങ്ക് അണ്ടർ ടോണിന്, ന്യൂട്രൽ അണ്ടർ ടോണിന്, അതേപോലെ തന്നെ ഒരു എന്താ പറയാ യെലോയിഷ് അണ്ടർ ടോണിനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ഞാൻ ചെന്ന കടയിൽ 1-2 ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ നേരിട്ട് വാങ്ങുകയാണ് ചെയ്തത്. ഓഫ്ലൈനാണ് വാങ്ങിച്ചത്. നിങ്ങൾ ഓഫ്ലൈൻ വാങ്ങിച്ചാൽ മതി. 25 രൂപയുള്ളൂ, മറക്കണ്ട. ആൻഡ് ഇതിപ്പോ നിങ്ങൾ കാണുന്ന ഷെയ്ഡ് അല്ല കേട്ടോ. ഇത് കുറച്ചൊരു എന്താ പറയാ യെലോയിഷ് അണ്ടർ ടോൺ ആണ് ഇതിനുള്ളത്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബീച്ച് കളറായിട്ടാണ് തോന്നുന്നത്. അപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത്രയും പ്രൈസ് കുറവിന് നല്ലൊരു ഗ്ലോയിങ് ഉള്ള അടിപൊളി ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് മറക്കാതെ ഒരു സ്പഞ്ചും കൂടെ ഇതിന്റെ കൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ എങ്ങനെയാണ് കൺസീലർ അപ്ലൈ ചെയ്യുന്നതെന്നും ബ്ലെൻഡ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കാണാം.
അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണ്. എങ്ങനെയാണ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്നുള്ളതും സ്ലോ മോഷനിലല്ല കറക്റ്റ് വേയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും എത്ര ടൈം എടുത്തതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്ത് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആൻഡ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.